ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഇലക്ട്രോണിക്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒന്നിയുടെ ഒരു 22 ഇഞ്ച് ടി വി ആണ്. LED ഇത് ഓൺ ആവുന്നില്ല, അതാണ് കംപ്ലൈൻറ്റ്. പവർ ലൈറ്റ് ഒന്നുമില്ല, ഡെഡാണ് സെറ്റ്. ഇതാണ് അതിൻ്റെ മോഡൽ നമ്പർ, LEO 221 TDK. അപ്പോൾ നമുക്കിതിന് എന്താ കംപ്ലൈൻറ്റ് എന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഞാൻ ടി വിയുടെ മദർ ബോർഡും പവർ സപ്ലൈ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മദർ ബോർഡ് നമ്പർ. ആദ്യം നമുക്ക് പവർ സപ്ലൈ ചെക്ക് ചെയ്ത് നോക്കണം. പവർ സപ്ലൈ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ പവർ സപ്ലൈയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ ഗ്രൗണ്ടും ഇവിടെ 12 വോൾട്ടും ആണ്. നമുക്ക് ആ 12 വോൾട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ സീരിയലിൽ കൊടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രൗണ്ടാണ്. ഇവിടുത്തെ 2 പിന്നും 12 വോൾട്ടാണ് സപ്ലൈ. ഇപ്പോൾ 12 വോൾട്ട് വരുന്നുണ്ട്. നമുക്ക് മദർ ബോർഡിലോട്ട് നോക്കാം. ഇവിടെയാണ് പവർ സപ്ലൈ ഇന്ന് വരുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡിൽ വരെ 12 വോൾട്ട് വരുന്നുണ്ട്, മദർ ബോർഡിൽ വരെ വരുന്നുണ്ട്. അപ്പോൾ ഇനി കോയിലിൽ, ഇതൊരു കോയിലാണ്, അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഒരു 5 വോൾട്ട് ഉണ്ടാവണം, പക്ഷേ ഇതിൽ 5 വോൾട്ട് കാണിക്കുന്നില്ല. ഞാൻ ബോർഡ് ഓഫ് ചെയ്തു. ഇതാണ് ആ കോയില്. നമുക്ക് ആ കോയിലൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഞാൻ കോയിൽ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഐസിന്ന് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 5 വോൾട്ട് കൃത്യമായിട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ കോയിൽ കഴിഞ്ഞിട്ട് ഉള്ള സൈഡിലാണ് കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ അതിന് മുമ്പാണ് കംപ്ലൈൻറ്റ്. നമുക്കവിടെ 5 വോൾട്ട് കൃത്യമായിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. കാണാം 9.2 കാണിക്കുന്നത്. ഇതല്ല, ഇവിടെ 5 വോൾട്ടാണ് കൃത്യമായിട്ട് വരേണ്ടത്. ഈ ഐസിന്ന് 5 വോൾട്ടാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ 5 വോൾട്ട് വരണം. അവിടെ വോൾട്ടേജ് ഒന്നും പലതും ഇതായിട്ട് മാറി മാറിയാണ് വോൾട്ടേജ് വരുന്നത്. വേരി ചെയ്ത വോൾട്ടേജുകളാണ് അവിടെ വരുന്നത്. ഇവിടെ 5 വോൾട്ട് കൃത്യമായിട്ട് നിൽക്കുന്നില്ല. ഇപ്പം നമുക്ക് ഒരു എക്സ്റ്റേണലായിട്ട് ഒരു 5 വോൾട്ട് ഇതിന് കൊടുത്തിട്ട് ടി വി ഓൺ ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കമ്പ്യൂട്ടറിൻ്റെ SMPS പവർ സപ്ലൈയിൽ 5 വോൾട്ടാണ് ഇത് കൊടുക്കുന്നത്. നമ്മളൊരു ബക്ക് കൺവെർട്ടർ ഇട്ട് നമുക്കിപ്പോൾ നോക്കാൻ പറ്റത്തില്ല. മുമ്പോട്ട് ഷോർട്ടിങ് ഉണ്ടെങ്കിൽ അത് പോവും. ഓക്കെ, നമ്മൾ 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാനൽ. ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ പവർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടും ഉണ്ട്. TV ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കോയിലിന് മുമ്പുള്ള IC 5 വോൾട്ട് റെഗുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് തരാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ബക്ക് കൺവെർട്ടർ 5 വോൾട്ടിൻ്റെ കൊടുത്തിട്ട് ഇത് ശരിയാക്കാം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഈ ബക്ക് കൺവെർട്ടറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇതിനകത്തുള്ള ഉപയോഗിച്ചേക്കുന്ന IC ഇപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല.
അത് മാത്രമല്ല വർക്കിൻ്റെ തിരക്കുണ്ട്, അതുകൊണ്ട് ഈ ടി വി പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകാതെ ഈ ബക്ക് കൺവെർട്ടർ വെച്ച് ഈ പ്രോബ്ലം പരിഹരിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ബക്ക് കൺവെർട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇന്ന വോൾട്ടേജ് ആണ്. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ഉണ്ട്. അത് 5 തൊട്ട് 15 വോൾട്ട് വരെ കൊടുക്കാം. അതിൽ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. 5 വോൾട്ട് ഉണ്ട്, 3.3 ഉണ്ട്, 2.5 ഉണ്ട്, 1.8 ഉണ്ട്, 1.5 ഉണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഇൻ മൈനസിൽ ഞാൻ ഈ ഓറഞ്ച് കളർ വയർ കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രൗണ്ടാണ്, ഇത് പ്ലസ് വോൾട്ടേജ്, പോസിറ്റീവ്. ഇത് നെഗറ്റീവ്. ഇപ്പം നമ്മൾ ഇന്നും ഔട്ടും വയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ലെങ്ത് ഇട്ടേക്കുന്നത്, പിന്നെ അതിൽ സെറ്റ് ചെയ്യാനുള്ള ഇതിനനുസരിച്ച് ഞാൻ ഈ വയർ കട്ട് ചെയ്ത് ചെറുതാക്കും. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഈ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നീളം ഇട്ടേക്കുന്നത്. പിന്നെ അത് ഈ ബോർഡ് വെക്കുമ്പോൾ കൃത്യ അളവിൽ കട്ട് ചെയ്ത് വെക്കും. ഇനി ഇതിൽ നമുക്ക് വേണ്ടുന്ന വോൾട്ടേജിൻ്റെ ഇവിടെ ഷോർട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് 5 വോൾട്ടാണുള്ളത്. ഇത് നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കും. ഷോർട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ 5 വോൾട്ട് ഔട്ട്പുട്ട് വരും. ഈ പിന്നെ നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 5 വോൾട്ട് നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻ വോൾട്ടേജ് പ്ലസ് വോൾട്ടേജ് ആണ്. പ്ലസ് വോൾട്ട് നമ്മളിവിടെ 12 വോൾട്ടിൽ കൊടുക്കുന്നു. 0 തൊട്ട് 15 വോൾട്ട് 5 തൊട്ട് 15 വോൾട്ട് വരെ നമുക്കിത് കൊടുക്കാം. ഇത് ഗ്രൗണ്ട്, ഓറഞ്ച് വയർ ഗ്രൗണ്ടാണ് നമ്മളവിടെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഓറഞ്ച് കൊടുത്തു. ഇവിടെ 12 വോൾട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ഓൺ ചെയ്ത് ഇവിടെ പ്രോപ്പർ 5 വോൾട്ട് തന്നെയാണോ വരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇത് നമ്മുടെ ഔട്ട്പുട്ട് വയറാണ്. ഇതിനകത്ത് 5 വോൾട്ട് തന്നെയാണോ വരുന്നതെന്ന് നമ്മളൊന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. സീരിയൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. 5 വോൾട്ട് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ കോയിലിൻ്റെ ഔട്ട്പുട്ട് പോയിന്റ്. നമ്മുടെ ഔട്ട് പോയിന്റിലേക്ക് ഈ 5 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രൗണ്ടിലും കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, പവർ ലൈറ്റ് വന്നിട്ടുണ്ട്. ബ്ലൂ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പാനൽ കൊടുത്ത് നോക്കാം. ഞാനിവിടെ പാനൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ടി വി ഓൺ ആയിട്ടുണ്ട്. ഡിസ്പ്ലേ വന്നു. അപ്പോൾ നമ്മുടെ ടി വി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പുതിയൊരു ചാനലാണ്. ആ നിലയ്ക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തുതന്നെയായാലും, വീഡിയോയെക്കുറിച്ച് നല്ലതായാലും മോശമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.